ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോഫിയ. ഞാൻ കരുമാലൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. ഞാൻ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു TB ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ TB ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ UK-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് ഈ ലങ്സിൻ്റെ അപ്പർ ലോബിൽ ഒരു നൊഡ്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർമാർ പല സാധ്യതകൾ പറഞ്ഞു. ഈ ഒരു നൊഡ്യൂൾ വരാൻ ചിലപ്പോൾ മാരകമായ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ നൊഡ്യൂൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ സ്ഥിരീകരിക്കാനായിട്ട് അവർ വേറൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നു ആ സമയത്ത്. ഞാനപ്പോൾ മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും ഞാൻ തേൻ കഴിക്കുകയും അതേപോലെ തന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ആ എക്സ്റേയുടെ റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു. ഒരു നൊടിയോളും ഇല്ലാണ്ട് മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തി ഈശോ വഴി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് ഞാനിതേപോലെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഏകദേശം മിനിമം 1 കൊല്ലം എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ആ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആ ഒരു പാത്ത് വേ വെട്ടിച്ചുരുക്കുകയും 3 മാസം കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഒരു PT എക്സാം എഴുതണമായിരുന്നു വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എക്സാം എഴുതാനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്. എനിക്ക് ആകെ 2 ആഴ്ച സമയമേ ഉള്ളൂ എക്സാമിന് പ്രിപ്പയർ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ എക്സാമിന് പ്രിപ്പയർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് എന്നോട് പറഞ്ഞു, കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് ഒന്നും കൂടെ എഴുതാം. ഞാൻ പക്ഷേ മാതാവിനോട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഇത്തവണ തന്നെ ആദ്യത്തെ എഴുത്തിന് തന്നെ എനിക്ക് എക്സാം ക്ലിയർ ആവണം. എനിക്ക് റൈറ്റിംഗ് എനിക്ക് ഒത്തിരി ടഫായിട്ട് തോന്നിയിരുന്നു. കാരണം ഈ essay ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, പക്ഷേ ഈ എഴുതാനുള്ള പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ഒത്തിരി പാടായിരുന്നു. ഞാനപ്പോൾ എക്സാമിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എക്സാമിനറുടെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ലഭിച്ചിരുന്നു. അപ്പോൾ ആ മേരി എന്ന് പറയുന്ന സ്ത്രീ എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്നെ വിളിച്ചത് അതിൻ്റെ അപ്പുറത്തിരുന്നൊരു ലേഡിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണ് എൻ്റെ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ അവരൊരു കൊന്തയൊക്കെ ധരിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാമിനിരുന്നത്. ഞാൻ തൈലവും പൂശിയിരുന്നു. അപ്പോൾ ഞാൻ എക്സാം എഴുതി റൈറ്റിംഗ് ഒക്കെ essay വന്നപ്പോഴാണെങ്കിൽ എനിക്ക് എളുപ്പമുള്ളൊരു ടോപ്പിക്കായിരുന്നു കിട്ടിയത്. അതേപോലെ തന്നെ എഴുതേണ്ട പോയിൻറ്റുകൾ അടക്കം ആ essayയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വേഗം എക്സാമിന് കറക്റ്റ് സമയത്ത് തീർക്കാനും പറ്റി. എനിക്ക് റീഡിങ്ങിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവസാനത്തെ ഒരു 6 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും ആ ഒരു റീഡിങ്ങിൻ്റെ ആ ഒരു 10 ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. വേറെ എന്ത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അത് അറ്റൻഡ് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇതേപോലെ എക്സാം കഴിഞ്ഞ് ഞാൻ നേരെ പള്ളിയിലോട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ കൊന്ത ധരിച്ചിരുന്ന ആ ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. അവരെന്നോട് സംസാരിക്കുകയും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. അടുത്തതായിട്ട് ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിനായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ച കാര്യമാണ്. ഞാൻ ഒത്തിരി ജോലികൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു. ഒരു 6 മാസത്തോളം ജോലികൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഇടും, പക്ഷേ എല്ലാം തന്നെ റിജക്ഷനാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഡിസംബർ 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അവരും വളരെ പോസിറ്റീവ് റെസ്പോൺസൊക്കെയാണ് തന്നത്. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ അതും റിജക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കിട്ടിയ സ്ഥലം ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ളൊരു സ്ഥലത്തായിരുന്നു. എന്നാലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം വന്നപ്പോൾ എൻ്റെ മമ്മിയൊക്കെ എന്നോട് പറഞ്ഞു, അതോർത്ത് വിഷമിക്കേണ്ട, ദൈവത്തിന് ഹിതം ഉണ്ടായിരിക്കില്ല നീ അവിടെ ചെല്ലണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. അതെൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ മാതാവ് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ തരികയും എനിക്ക് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവുകയും എനിക്കിപ്പോൾ അവിടെ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവിടെ ഒരു വീട് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് എനിക്കിങ്ങനെ പള്ളിയിൽ പോകാൻ സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് തന്നെ അടുത്തുള്ളൊരു വീട് ലഭിക്കണമേ എന്ന്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വീട് ലഭിച്ചു. അപ്പോൾ അത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ നമുക്കെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലത്ത് തന്നെ മാതാവ് എനിക്ക് വീട് ഒരുക്കി തന്നു. ഇത്രയെല്ലാമാണ് മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. എൻ്റെ ജീവിതത്തിലൊരു 5-6 കൊല്ലമായിട്ട് ഒത്തിരി വിഷമ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന 2 പേരുടെ വിയോഗങ്ങളും ആ ഒരു സമയത്തെല്ലാം ഞാൻ അവിടെ UK-യിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നതും. ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ അടുക്കുകയും എനിക്ക് എപ്പോഴും പള്ളിയിൽ പോകാനായിട്ട്, അതിന് മുന്നൊക്കെ പള്ളിയിൽ അങ്ങനെ പോകണം ഞായറാഴ്ച മാത്രം പോകുമായിരുന്നുള്ളൂ. പക്ഷേ UK-യിലായിരുന്ന സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളിയെങ്കിലും എന്നും നടന്ന് ഉച്ചയ്ക്ക് 12 മണിയുടെ കുർബാനയ്ക്ക് പോകാനും കൂടുതൽ സമയം അവിടെ
പോയി നിന്ന് പ്രാർത്ഥിക്കാനും കരുണക്കൊന്ത ചെല്ലുവാനും മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. ഇപ്പോൾ ഈ ഒരു വേദനകളിലൂടെയൊക്കെ ആണെങ്കിലും ദൈവം എന്നെ ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എപ്പോഴും ഉണ്ട്. എന്ത് വന്നാലും ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്നും തരുള്ളൂ. എന്തും സഹിക്കാനുള്ള ശക്തി നമുക്ക് ദൈവം തരുന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എന്നും പള്ളിയിൽ പോകും. അതേപോലെ തന്നെ എൻ്റെ ജോലി സ്ഥലത്തായാലും ഈശോനെക്കുറിച്ച് പറയുകയും അവരോട് നമ്മളവിടെ ഇരുന്ന് ഒരുമിച്ച് കൊന്ത ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് കടയിലൊക്കെ പോകുന്ന വഴിക്കെല്ലാം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും അവിടെ അവിടെയുള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതേപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും. പറ്റുന്ന സമയങ്ങളെല്ലാം കുമ്പസാരിക്കും, പള്ളിയിൽ പോവും. ഇതെല്ലാമാണ് മാതാവ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനം. യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ മക്കളും ആഗ്രഹിക്കുന്ന സൗഖ്യവും സമാധാനവും സന്തോഷവും ജീവിതത്തിലെ ഐശ്വര്യങ്ങളുമെല്ലാമാണ്. സോഫിയ എന്ന ഈ മകൾ ഇതുപോലെ തന്നെ വലിയ ആഗ്രഹങ്ങളോടെയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. മകൾക്ക് ഓസ്ട്രേലിയൻ വിസ ലഭിക്കണം, ഓസ്ട്രേലിയയിൽ ജോലി വേണം, ഓസ്ട്രേലിയയിൽ വീട് വേണം, ഓസ്ട്രേലിയയിൽ തന്നെ താമസിക്കുന്ന വീടിനടുത്ത് പള്ളി വേണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി വിസ അപ്രോച്ചിലേക്ക് കടക്കുമ്പോഴാണ് ഈ മകൾക്ക് ബയോമെട്രിക് എക്സാമിൽ മകൾക്കൊരു അപ്പർ ലെവലിൽ, ലങ്സിൻ്റെ അപ്പർ ലെവലിൽ ഒരു നൊഡ്യൂൾ ഉള്ളതായി കണ്ടുപിടിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രണ്ടാമത്തെ സ്കാനിങ്ങിന് ആ നൊഡ്യൂൾ അവിടെ ഇല്ല എന്നാണ് കാണപ്പെടാൻ സാധിച്ചത്. കാരണം ഈ മകളുടെ കൃത്യമായ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ അത് തൊട്ട് സുഖപ്പെടുത്തി എന്ന് ഈ മകൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മകളുടെ ലൈറ്റ് വെയ്റ്റിങ് ജീവിതത്തിലെ പ്രതിസന്ധികളിലെല്ലാം ഉറപ്പോടുകൂടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയിൽ അടിയുറച്ച് നിൽക്കാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചതായി ഏറ്റുപറയുകയാണ്. 1 വർഷം എടുക്കുന്ന ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് വെറും 3 മാസം കൊണ്ടാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾക്ക് പ്രാപിച്ച് കയ്യിലേൽപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് പുതിയ വഴികൾ, പുതിയ സ്കീമുകൾ നമുക്കായി തുറന്ന് ലഭിക്കുന്നതും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം ആ നിലപാടുകൾ തന്നെ മാറ്റുന്നതായി നമുക്ക് അത്ഭുതത്തോടെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളുടെ വലിയ പ്രത്യേകതകളാണ്. നമുക്ക് ഈ മകൾക്ക് എപ്പോഴും സോഫിയയുടെ വാക്കുകളിൽ, ഞാൻ എക്സാമിന് പോയപ്പോൾ, ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ജപമാല ധരിച്ച ഒരു സ്ത്രീ അവിടെ കാണാൻ സാധിച്ചു. ഒരു ഫോറിനർ ജപമാല ധരിച്ച് കാണുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിലാണ്. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും നൽകി സഹായിച്ചതാണ്, സ്നേഹിച്ചതാണ് എന്ന് മകൾ ഏറ്റു പറയുകയാണ്. നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ടെന്ന് കാണിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ സാമീപ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് എപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. എത്ര തന്നെ പ്രതിസന്ധികളുണ്ടായാലും അമ്മ നമ്മെ കൈവിടില്ല എന്ന് സോഫിയ ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈശോ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും നമ്മുടെ വഴികൾ തുറന്നു കിട്ടുകയും നമുക്ക് ആവശ്യമുള്ളത് ആവശ്യം പോലെ സംസാരിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള കൃപ നൽകുകയും അതുപോലെ തന്നെ സൗഖ്യത്തിലൂടെ നമ്മെ നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രതിസന്ധികളെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് സോഫിയയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.